ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് വിമർശിച്ചതായിട്ട് കണ്ടു. റീസണബിൾ, അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന ആളാണ്. ഒരു ബഡ്ജറ്റിൽ പണം വെച്ച് അത് പ്രോജക്റ്റ് ഇംപ്ലിമെന്റ് ചെയ്ത് കേരളത്തിന്റെ 6000-ൽ പരം കിലോമീറ്റർ നീളമുള്ള വനാതിർത്തിയിൽ അതിന് പ്രതിവിധി കാണണം എന്ന് പറഞ്ഞാൽ അതാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹം വെച്ച ഒരു ഉദ്യോഗസ്ഥനെ ഞാൻ മാറ്റിയിട്ടില്ല. ഇപ്പോഴും അതാണ്, മുഖ്യമന്ത്രി മാറി, ഞങ്ങൾ മന്ത്രിമാരും മാറി എന്നുള്ള അത് ആനയ്ക്കറിയാൻ വയ്യാമല്ലോ. ആന ഈ നാട്ടിൽ ഇരിക്കുകയല്ലേ. അതുകൊണ്ട് അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ അതിനിപ്പം മറുപടി പറയുന്നില്ല, അതായത് ചെയ്യാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ആന അറിയുന്നില്ല, അതോ ഇനി അറിഞ്ഞാണോ ഞങ്ങൾ വന്നെന്ന് അറിഞ്ഞുകൊണ്ടാണോ ആന പെട്ടെന്ന് ഇറങ്ങി വന്ന് നിൽക്കുന്നത്? അതുകൊണ്ട് നിഷ്ക്രിയത്വം അല്ലെങ്കിൽ പ്ലാനിങ് ഇല്ലാത്ത സംവിധാനം തന്നെയായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യമുണ്ട്. ഇടുക്കിയിൽ ഒരു സൈഡിൽ ഫെൻസ് ഇട്ടു, ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയോട് ചേർന്ന്. അത് ഒരു പോയിന്റ് വരെ വന്നപ്പം ഈ റേഞ്ചിൻ്റെ തീർന്നു, നീ മറ്റേ റേഞ്ചാണ് ഇടേണ്ടത്, അവിടെ ഇട്ടിട്ട് പോയി. വല്ല കാര്യമുണ്ട് ഇത് ഫെൻസ് ഇട്ടിട്ട്? ഇങ്ങനെയുള്ള വർക്കല്ല വേണ്ട. അതാണ് ഞാൻ പറഞ്ഞത്, ടോട്ടൽ ഇൻ്റഗ്രേറ്റഡ് കോംപ്രിഹെൻസീവ് പ്ലാൻ തയ്യാറാക്കിയിട്ട് അത് വെച്ച് എവിടൊക്കെയാണ് വെറും ഫെൻസ് വേണ്ടത്, 3 ടയർ വേണ്ടത്, 2 ടയർ വേണ്ടത്, ഇത് പ്ലാൻ ചെയ്ത് നടപ്പിലാക്കണം. അത് ഇംപ്ലിമെന്റ് ചെയ്ത് വരുന്നതിൻ്റെ സമയം എന്താണെന്ന് എല്ലാവർക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. ഞങ്ങൾ ഇതിന് എഫേർട്ട് എടുക്കുന്നുണ്ട്, നിഷ്ക്രിയമായി നിൽക്കില്ല, അത്രയും പറയാം.